ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ് അല്ലേ? അതെന്താന്നൊന്നും ഞാൻ ഇപ്പോഴും പറയുന്നില്ല അല്ലേ അജു? നമുക്ക് വഴിയെ കാണാം. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. ഞങ്ങൾ പറഞ്ഞ പോലെ അജുവിന്റെ ഫ്രണ്ട്സിന്റെ കല്യാണമാണ് സെപ്റ്റംബർ 21, 17 ഒക്കെ. അപ്പൊ അതിനു മുമ്പേ ഉള്ള ഒരു ചെറിയ ഹെയർ കട്ടും നെയിൽസിന്റെ ഒക്കെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പൊ അതിനായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ രാവിലെ സമയം 7:02. അജു, ജെറ്റ് ലാഗ് എങ്ങനെയുണ്ട്? ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? ഉറങ്ങാൻ പറ്റുന്നുണ്ട്, ടയേർഡാണ്, ഉറങ്ങാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇനഫ് സ്ലീപ്പ് കിട്ടാത്തതിന്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അതെ, നാട്ടിലെത്തിയിട്ട് ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ ഞങ്ങളെ കസിൻ സിസ്റ്റർ ഉണ്ട് ദേവി. അപ്പൊ ഞങ്ങൾ മൂന്നുപേരും കൂടെ പോയിക്കൊണ്ടിരിക്കുക. സിറ്റിയിലോട്ട് പോയാൽ ഹെയർ കട്ടും അങ്ങനെ കുറച്ച് പരിപാടികളായിട്ട്. അപ്പൊ ഇന്ന് വൈകിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇന്നത്തെ ദിവസത്തിന് വേണ്ടി. എല്ലാം നമുക്ക് വഴിയെ കാണാം. അപ്പൊ എന്തായാലും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഹലോ ഗൈസ്, ഹായ്. അപ്പോൾ ഹെയർ കട്ടൊക്കെ കഴിഞ്ഞു, സ്പായൊക്കെ കഴിഞ്ഞ് ഇനി എനിക്ക് 10 മണിക്കാണ് നെയിലിൻ്റെ. അപ്പോൾ നാവ് ഉടക്കുന്നട ഇടയിട്ട് ഇപ്പൊ 10 മണിക്കാണ് ഇനി നെയിലിൻ്റെ അപ്പോയിൻമെന്റ്. അപ്പൊ അങ്ങോട്ടേക്ക് പോകും. അതിനു മുമ്പ് ഞാനും അജു വിദേശി വല്ലതും കഴിക്കാണ്. അജു, ഉറക്കം വരുന്നുണ്ടോ? എനിക്ക് ഉറക്കം വരുന്നില്ല, പക്ഷെ ഒരു മന്തിപ്പ്. എടാ, എനിക്ക് ഒരു കുറ്റസമ്മതം നടത്താനുള്ള പോലെ എനിക്ക് തോന്നുന്നു. എനിക്ക് ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടെ ഞാൻ ഭയങ്കര ലൗഡായിട്ട് എനിക്ക് തോന്നി. ഞാൻ ഭയങ്കര വെകിളി, ഭയങ്കര അലപ്ര പോലെ തോന്നി. ഏത് വീഡിയോ? ഇന്നലത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തില്ലേ, പാർട്ട് 1. സംഭവം എന്താന്ന് വെച്ചു, മൈക്ക് എടുത്തതിന്റെ അല്ല. ഞാൻ ഇങ്ങനെ ആക്ച്വലി ഇപ്പൊ ആൾക്കാർക്ക് ഒരു കമ്പാരിസൺ വരും. കാരണം അജു ആകുമ്പോ ഭയങ്കര സൈലന്റ് ആണ്. അജു എല്ലാ സിറ്റുവേഷനും ഭയങ്കര കാമായിട്ട് ഡീൽ ചെയ്യും. പക്ഷെ ഞാനെന്ന് വെച്ചാൽ എനിക്ക് വരുന്ന ഇമോഷൻസ് അതെ ആക്ച്വലി നമ്മള് ഓരോരുത്തർ സംസാരിക്കുന്ന രീതി അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്ന രീതിക്ക് വ്യത്യാസമില്ലല്ലോ. ഞാൻ കുറച്ചുകൂടി ക്വയറ്റാണ് സംസാരിക്കുന്ന കാര്യത്തിലും. അതെ, പക്ഷെ ഞാനെന്ന് വെച്ചാൽ എനിക്ക് സങ്കടത്തെക്കാൾ എനിക്ക് സന്തോഷം ഉണ്ടെങ്കിൽ അത് ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ എക്സ്പ്രസ് ചെയ്യല്ലേ. അതിപ്പോ സ്നേഹമാണെങ്കിൽ അല്ലേ, ഈവൻ അജുവിനെ ആണെങ്കിലും ഞാൻ സ്നേഹം വരുമ്പോ ഞാൻ ഉപദ്രവിക്കൂല. എന്ത് സ്വഭാവം. അപ്പൊ എനിക്ക് ഭയങ്കര ലൗഡായിട്ട് തോന്നി. അപ്പൊ ഈ വീഡിയോ കാണുന്നവർക്ക് അത് തോന്നിയിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഞാൻ ഇപ്പൊ അജുവിനെക്കാളും എനിക്ക് സന്തോഷമായിരുന്നു അച്ഛനെയും അമ്മയും കാണുന്നതിൽ. അവരെങ്ങനെ ആയിരിക്കും അവര് റിയാക്ട് ചെയ്യുന്ന, അവരെ കാണുന്നതിന്റെ സന്തോഷം. അപ്പൊ ഞാൻ തന്നെ വീഡിയോ പ്ലേ ആവുന്ന പോലും ഓർക്കാണ്ട് ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് സമയം തരുമോ ഞാൻ പറഞ്ഞോട്ടെ. അപ്പം ഞാൻ ഇങ്ങനെയാണ് ആക്ച്വലി. എനിക്ക് സന്തോഷം എന്ന സങ്കടം ഞാൻ മാക്സിമം ഞാൻ പിടിച്ചു നിർത്തും. ഞാൻ അങ്ങനെ എനിക്ക് പരിചയം ഇല്ലാത്തവരുടെ മുമ്പ് വെച്ച് മാക്സിമം കരയാൻ ഞാൻ നോക്കില്ല. സന്തോഷമാണെങ്കിൽ ഞാൻ ഇവൻ പബ്ലിക് റോഡാണ് വെച്ച് സൂക്ഷിച്ചേ, നല്ല തിരക്കുണ്ട്. ഇവൻ പബ്ലിക്കിലാണെ പോലും ഞാനത് മാക്സിമം ഞാൻ അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യുന്നു. ഇവൻ എല്ലായിടത്തും എന്റെ കംഫർട്ട് സോണിൽ ആരൊക്കെ ഉണ്ട് അവർക്ക് എല്ലാം. ഇപ്പൊ എന്നെ പേഴ്സണൽ ആയിട്ട് അറിയുന്നവർക്ക് അറിയാലോ എന്റെ ക്യാരക്ടർ. അപ്പൊ ഇതാണ് ഗൈസ്, എനിക്ക് ഇന്നലത്തെ വീഡിയോ എന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും എനിക്ക്. അപ്പൊ ഇവൻ അജു ആണെ പോലും ഇപ്പൊ അജു ഭയങ്കര മെച്ചോർഡ് അല്ലേ, എല്ലാ കാര്യത്തിലും അജു ഭയങ്കര മെച്ചോർഡായിട്ട് ഭയങ്കര കാമായിട്ട് അജു ബിഹേവ്. ഇപ്പൊ ഞാനിപ്പോ എനിക്ക് നടുറോട്ടിൽ നിന്ന് എനിക്കിപ്പോ ഡാൻസ് കളിക്കണമെന്ന് തോന്നി ഞാൻ കളിക്കും. പക്ഷെ ഇതുവരെയായിട്ട് അജു എന്റെ അടുത്ത് അത് നോ പറഞ്ഞിട്ടില്ല. അപ്പൊ അത് തങ്കം. അപ്പൊ ഇന്നലത്തെ വീഡിയോ കണ്ടപ്പോ എന്റെ സൗണ്ട് മാത്രം ഇത് കേൾക്കുന്ന പോലെ. പക്ഷെ ഇതാണ് ഗൈസ്, ഞാൻ ഇങ്ങനെയാണ്. എനിക്ക് പ്രത്യേകിച്ച് വീട്ടിലെത്തുന്ന ആ ഒരു സിറ്റുവേഷനൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു. അതാ ഞാൻ അത്ര ലൗഡായത്. ഇനിയുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് എന്നെ ലൗഡായിട്ട് തന്നെ കാണാം. അതെ, ഒരാള് സംസാരിക്കുന്ന രീതി അല്ലെങ്കിൽ ഓരോരുത്തരുടെ ക്യാരക്ടർ സംസാരിക്കുന്ന രീതി എല്ലാം ഡിഫറെന്റ് ആണ്. അതെ, അപ്പൊ ഇത്രേ ഉള്ളൂ. ഒരുപാട് ഞാൻ വലിച്ചു നീട്ടുന്നില്ല. അപ്പൊ ഇന്ന് വൈകിട്ട് എന്താണ്? വൈകിട്ട് പറയില്ല. ഓ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതെ, കിച്ച വരുമെന്ന് എല്ലാവർക്കും അറിയല്ലോ. കിച്ച വരുന്നുണ്ട്.
അപ്പൊ ഭയങ്കരമായിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. ഓൾമോസ്റ്റ് 5 മണിയാകുമ്പോ കിച്ചൺ എത്തും. അതിനു മുമ്പ് നമുക്ക് പരിപാടിയൊക്കെ തീർത്തിട്ട് നമുക്ക് വീട്ടിൽ പോകണം. കാരണം അത് കഴിഞ്ഞിട്ട് വേണം കിച്ചനെ വിളിക്കാൻ പോണ്ടേ. കിച്ചൺ വർക്കിലെത്തും. അപ്പം ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴി കാണാം. ഞാൻ നെയിൽസും ഐലാഷസും ചെയ്തിട്ട് വരട്ടെ. അജിപ്പോ ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ ദിവസം? പറയണ്ട, വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. കാരണം എന്റെ ഒരു അറിവിൽ ഈ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് 2.5 വർഷമല്ലേ, ഈ 2 വർഷത്തിനുള്ളില് ഞാൻ അജു ഒരുപാട് ആരോടും ഇങ്ങനെ അജുവിന്റെ ഇമോഷൻസ് ഒന്നും കാണിച്ച് ഞാൻ കണ്ടിട്ടില്ല. അജു ഭയങ്കര ഇതാ, ഇപ്പൊ എത്ര സന്തോഷം ഉണ്ടല്ലോ എല്ലാം ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇന്നലെ ഞാൻ അജുവിനെ ശരിക്കും റിയൽ അജു ആയിട്ട് ഞാൻ കണ്ടല്ലേ. ഞാൻ കണ്ടു. അജു എത്ര ഒളിപ്പിച്ച് വെച്ചിട്ടാണെങ്കിലും ഞാൻ കണ്ടു. കാരണം അജുയെ ഭയങ്കരമായിട്ട് എന്റെ അടുത്ത് മീൻസ് അജുവിന്റെ ദേഷ്യമാണെങ്കിലും സന്തോഷമാണെങ്കിലും എല്ലാം എന്റെ അടുത്ത് ഇങ്ങനെ കാണിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അച്ഛൻ്റെ അടുത്താണെങ്കിലും അമ്മയുടെ അടുത്താണെങ്കിലും എല്ലാം അജു ഭയങ്കര പൊളൈറ്റ് ആയിട്ട് നിന്നിട്ട് ഞാൻ കണ്ടുള്ളൂ. പക്ഷെ ഇന്നലെ അച്ഛനെയും കൊല്ലു ഞാൻ ഇടിച്ചില്ല, അവൻ പറയുന്നത് ഇടിച്ച് ഉറക്കും ഞാൻ അച്ഛനെ. അപ്പൊ ഇന്നലെ ഞാൻ ശരിക്കും അജു എന്താ പറയണ്ടേ, എനിക്ക് ഇപ്പോഴും എനിക്കത് പറയുമ്പോ എനിക്ക് ഭയങ്കര സങ്കടം വരും. അച്ഛന്റെ അടുത്തും അമ്മയുടെ അടുത്തും അജു എത്തിയപ്പോഴുള്ള അജുവിന്റെ ആ ഒരു സന്തോഷവും സങ്കടവും എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ. ഇപ്പോഴും നമുക്ക് ആ ഒരു സന്തോഷത്തിലല്ലേ നമ്മള്, ഭയങ്കര ഒരു ഹാങ് ഓവറില്ല നമ്മൾ. ഇനി കിച്ചയും കൂടെ ആഡ് ആവുമ്പോ അത് ഡബിൾ ആവും. കിച്ചന്റെ ഒരു കുറവ് ഇന്നലെ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് കിച്ചൻ കൂടെ ആഡ് ആകുമ്പോ അത് നന്നായിട്ടാവും. ഒരുപാട് വീഡിയോ ഞാൻ എടുക്കുന്നില്ല. എടാ നാട് പണ്ടത്തെ നാടല്ല. ഇവിടെ ഞാൻ ഇന്ന് വന്നിട്ട് ഞാൻ ആദ്യം അജു എന്നെ ഡ്രൈവ് ചെയ്യിപ്പിച്ചപ്പോ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഈ 1 വർഷം ഇപ്പൊ എല്ലാരും പറയും ഇപ്പൊ അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ, ഇത്ര പെട്ടെന്ന് ഭയങ്കര മാറ്റം. അങ്ങനെയല്ല, നമ്മള് ആ ഒരു സ്റ്റൈലില് നമ്മൾ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഡ്രൈവ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് സത്യം പറഞ്ഞാൽ എന്റെ കൈ വരച്ചിട്ട് ഞാൻ അജുവിന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഭയങ്കര പാടാ. അത് ഒന്നാമത്തെ കാര്യം, നമ്മൾ ആക്ച്വലി റോഡിന്റെ പണി ഇവിടെ നടക്കുന്നത്. പിന്നെ 2 കൊല്ലം കൊണ്ട് 3 ഇരട്ടിയെങ്കിലും ആയിക്കാണ് ഇവിടുത്തെ വണ്ടികൾ റോഡില്. അത് ഭയങ്കര കെയർലെസ് ഡ്രൈവിങ്ങും വണ്ടി അവിടുന്ന് ഇവിടുന്ന് എല്ലാം എടുത്ത് ചാടി. ഇപ്പൊ തന്നെ ഒരു സ്കൂട്ടറുകാരൻ അത് കഴിഞ്ഞു. നമ്മുടെ പ്രയോറിറ്റിയാണ്, നമ്മൾ ഫ്രണ്ടിൽ കയറി പോകേണ്ടതാണ്. അയാള് നമ്മുടെ ഫ്രണ്ട് വട്ടം വെച്ചിട്ട് ക്രോസ് ചെയ്ത് ഓപ്പോസിറ്റ് പോവാ. പുള്ളി കണ്ടില്ല, നമ്മൾ ചവിട്ടിയില്ല, ഇടിച്ച് റോഡിലിടുന്നു. അതെ അതെ. സംഭവം എന്ന് വെച്ചാല് നമ്മള് ഇവിടുന്ന് ഒരു 6 മാസമെങ്കിൽ 6 മാസം നമ്മളൊരു പുറത്ത് പോയി ഡ്രൈവ് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോ ആ ഒരു ഡിഫറൻസ് പുറത്ത് പോയിട്ട് തിരിച്ചു വരുന്നവർക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാവും അല്ലേ. കാരണം ഞാൻ പോയിട്ട് ഇപ്പൊ 1 വർഷം ആവുന്നുള്ളൂ. പക്ഷെ സ്റ്റിൽ ആ തിരിച്ചു വന്ന് ഇന്ന് രാവിലെ ഞാൻ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് ശരിക്കും കൈ കുറച്ച്. കാരണം എവിടുന്നൊക്കെ ആൾക്കാർ വരുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. നമ്മൾ അവിടെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ റൂള് മാത്രം ഫോളോ ചെയ്താൽ മതി അല്ലേ. അപ്പൊ ഇത് ഇച്ചിരി ടാസ്ക് ആട്ടാ. എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് പറ്റായില്ല. ബട്ട് സ്റ്റിൽ ഞാൻ ഇച്ചിരി 1 മാസമല്ലേ ഉള്ളു, വെറുതെ 1 മാസമല്ലേ ഉള്ളു, വെറുതെ എന്തിനാ വണ്ടിക്ക് പണി വെക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ അജുവിന് കൈ മാറിയിരിക്കും. അങ്ങനെ നമ്മൾ വെച്ച അപ്പോയിന്റ്മെന്റിന് മുമ്പായിട്ട് എന്തെങ്കിലും കഴിക്കാന്നല്ലേ. എങ്ങനെയുണ്ട് അജു? ഇത് ഏതാ സ്ഥലം? ഏതാ? കാഞ്ചീപുരം കഫേ, നമ്മുടെ വഴുതക്കാടുള്ള. അപ്പൊ ടേസ്റ്റ് ഉണ്ടേ. അജു എന്താ പറഞ്ഞേ? ഞാൻ പൊടി ഇഡ്ഡലി. പൊടി ഇഡ്ഡലി അല്ലേ, നല്ല ക്വാണ്ടിറ്റി ഉണ്ടല്ലോ അവിടെ. സാമ്പാർ ചട്നി ഉണ്ട്, തക്കാളി ചട്നി, ദാൽ കറി, തേങ്ങ ചമ്മന്തി. ഇവിടെ 2 കടയാ. താങ്ക് യു. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നേ. എനിക്ക് വട വേണ്ടായിരുന്നു, ചൂടാ. ഈ സെറ്റപ്പ് എനിക്ക് ഇഷ്ടമായി. നമ്മളിത് ഇങ്ങനെ കഴിച്ച ലാസ്റ്റ് ബാംഗ്ലൂർ പോയപ്പോഴാണ്. എങ്ങനെയുണ്ട്? അതല്ലേ വട ഭയങ്കര ക്രിസ്പിയാണെന്ന് തോന്നേ. നോക്കട്ടെ, നെയിൽസ് കാണിച്ചേടാ. ഓ നൈസ്. കാണിക്കാൻ നേരെ കാണിച്ചേ. കൊള്ളാം, അടിപൊളിയായിട്ട് ചെയ്ത്. എത്ര സമയം എടുത്തു? ഒത്തിരി ലേറ്റ് ആയി. കറണ്ടില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് ഐലാഷസ് ചെയ്യാൻ പറ്റില്ല. ലേറ്റ് ആയി പോയി. കിച്ച വരൂല ഇപ്പൊ. അതെ. ചെയ്തില്ല. ഇപ്പൊ സമയം എത്ര മണിയാണോ? സമയം 2:45. 5 മണിയാകുമ്പോ കിച്ച. അച്ഛാ എങ്ങനെയുണ്ട് അച്ഛൻ്റെ നെയിൽസ്? മുടി എങ്ങനെയുണ്ട് അച്ഛാ? മുടിയും കട്ട് ചെയ്തു. ഇനി കുറച്ച് കഴിയുമ്പോ കിച്ച ചങ്ങനാശ്ശേരി എത്തിയച്ചാ.
അതിലറിയാൻ പറ്റുമല്ലേ? കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഡ്രസ് ഒക്കെ മാറിക്കോ. കുറച്ച് ഒന്ന് റെസ്റ്റ് ആയിട്ട് പോകും. അമ്മു എന്താ പരിപാടി? അപ്പൊ നമ്മൾ വർക്കല റെയിൽവേ സ്റ്റേഷനിലാട്ടോ. അമ്മു എന്നാ പരിപാടി? ഞാൻ ഒരു 400 ദിവസമായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ട്രെയിനെത്തി നിമിഷം. അതെ, ഇപ്പൊ കാണാം എന്താണ് സംഭവം എന്നുള്ളത്. ഇങ്ങോട്ട് മാറിയെന്നോളോ, തണലത്ത് ഇരിക്കാടെ ഭയങ്കര വെയില്. ഇങ്ങോട്ടേക്കാം, ഇവിടെ അല്ല കുറച്ചും കൂടെ വാ, നമുക്ക് നോക്കാം. എവിടെയാന്ന് അറിയില്ല, അത് കിച്ചന്ന് വിളിച്ചു നോക്കട്ടെ ഫ്രണ്ട് ആണോ ബാക്ക് ആണോ എന്നുള്ളത്. വാ വാ, ഫ്രണ്ട് ആയിരിക്കാം, ഫസ്റ്റ് ക്ലാസ് അല്ലേ? ഓക്കെ, ഓൾറൈറ്റ്. വെർട്ടിക്കലാണോ? ഇത് അവൻ തിരിഞ്ഞു നോക്കുന്നില്ല. ഇനി അടുത്ത് ഒഴിക്കാനായിരിക്കും അവനെ. മണപ്പിക്കോ വേറെ യാത്ര. ഒന്നുകൂടെ പറഞ്ഞേ. എന്തായി ക്രൂര മുഖം വരണ്ടേ? ഇവിടെ കൈ വെച്ച് ബ്ലോക്ക് ചെയ്ത് അപ്പൊ അമ്മു കിട്ടി, സാധനം കയ്യിലുണ്ട്. ഫൈനലി ഒരുപാട് ഞാൻ കാനഡയിലാണെങ്കിൽ പോലും അറിയാലോ നമുക്ക് പെട്ടെന്നൊന്നും വരാൻ പറ്റില്ല. അപ്പൊ ഒരുപാട് മിസ് ചെയ്തവനെ. 400 ദിവസമാണേലും 400 ദിവസം ആയിരുന്നത്. പക്ഷെ ഇവൻ മിസ് ചെയ്തിട്ടില്ല കാര്യം മനസ്സിലായി. അങ്ങനെ പറയല്ലേ. അപ്പൊ ഇനി നമ്മളെ ഫാമിലി കിയോ ആഡായി, നമ്മളെ എയർ ആഡായി, വന്നിട്ടുണ്ട്. അപ്പൊ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇതാണ് ഇന്നത്തെ എന്റെ ഏറ്റവും സ്പെഷ്യൽ എന്ന് ഞാൻ പറഞ്ഞ സാധനം അല്ലേ? ഹായ് ഗൈസ്. അപ്പൊ ഇനി തന്നെ പറയട്ടെ. അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.